സുബഹിയുടെ സമയത്ത് രാത്രിയിൽ ചില മലക്കുകൾ ഇറങ്ങി വരും. അസറിന്റെ സമയത്ത് പകലിൽ ചില മലക്കുകൾ ഇറങ്ങി വരും. എന്നിട്ടോ ആ മലക്കുകൾ വന്നുകൊണ്ട് ജമാഅത്തായി നമ്മളോടൊപ്പം നമസ്കാരം നിർവഹിക്കും. എന്നിട്ട് ഈ പറഞ്ഞതിന് പ്രകാരം തന്നെ അവിടെ മുതൽക്ക് നന്മകൾ രേഖപ്പെടുത്താൻ തുടങ്ങും. നന്മയും രേഖപ്പെടുത്തും, തിന്മകളും രേഖപ്പെടുത്തും. يجتمعون في صلاة العصر وفي صلاة الصبح സുബ്ഹി നമസ്കാരത്തിലും അതുപോലെ അസ്ർ നമസ്കാരത്തിലുമാണ് അവർ ഒരുമിച്ച് കൂടുക. എന്നിട്ട് നമസ്കാരം നിർവഹിച്ചതിന് ശേഷം ثم يعرجون إلى السماء നേരത്തെ വന്നതാകുന്ന കൂട്ടർ സുബഹി മുതൽ അസർ വരെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തിയവർ അസറിന് വന്ന മലക്കുകളുടെ കൈകളിലേക്ക് റിക്കാർഡ് കൈമാറിയിട്ട് അവർ അല്ലാഹുവിലേക്ക് കയറുകയാണ്. അവർ ോട് നീ ചെയ്തതാകുന്ന നീചകൃത്യങ്ങൾ വിളിച്ചു പറയുകയാണ്. അവരുടെ ഇടത് കാല് അവനെതിരായി റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുമേ എന്ന് വിശുദ്ധമായ ഖുർആൻ. മനുഷ്യനിത് കാണുമ്പോൾ അവൻ വിളിച്ചു ചോദിക്കുകയാണ്, എന്തേ നീ എന്നിൽ പെട്ടവനല്ലേ? നീ എന്തേ എനിക്ക് എതിരായ സാക്ഷി പറഞ്ഞത്? ലിമ ശഹിത്തും അലൈനാ. ഖുർആനിലൂടെ അല്ലാഹു ഉറപ്പെടുത്തുകയാണ്, മനുഷ്യനെന്ന് മഹ്ശറയിൽ വെച്ചുകൊണ്ട് അവന്റെ സ്വന്തം കൈകൾ റബ്ബിനോട് സംസാരിക്കുന്നത് കാണുമ്പോ, അവനെതിരായി പറയുന്നത് കാണുമ്പോ, ആ കൈയോടും കാലിനോടും സ്വന്തമായി അവന് ചോദിക്കുകയാണ്, ലിമ ശഹിത്തും അലൈനാ, ഞങ്ങൾക്കെതിരായി നിനക്കെങ്ങനെയാണടാ എന്നിൽപ്പെട്ട അവയവമായ നിനക്ക് ഒരു സാക്ഷി പറയാൻ തോന്നിയത് എന്ന് കാലിനോട് ചോദിക്കുമ്പോഴും കൈയോട് ചോദിക്കുമ്പോഴും ഈ കൈയും കാലും പറയുമത്രേ, അന്തഖനല്ലാഹുല്ലദീ അന്തഖ കുല്ല ശൈ. അല്ലാഹ് ഞങ്ങൾക്ക് സംസാര വൈഭവം നൽകി. അവന് സംസാരിക്കാൻ പറഞ്ഞാൽ സംസാരിക്കാതിരിക്കാൻ കഴിയില്ല. എല്ലാം പറയുകയാണ്, തുറന്ന് പറയുകയാണ്. നിനക്കെതിരായി നിന്റെ ഇടത് കൈ നീ ചെയ്തതാകുന്ന നീചകൃത്യങ്ങളെ റബ്ബിന്റെ മുന്നിൽ വിളിച്ചു പറയുകയും നിന്റെ ഇടത് കാല് നിനക്കെതിരെ സാക്ഷിയാകുകയും ചെയ്യുമെന്ന് വിശുദ്ധമായ ഖുർആൻ. അതിലൂടെ തന്നെ നിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടാൻ കാരണമാകുമേ എന്നും ഹബീബുനാ ശഫീഉനാ റസൂലുള്ളാഹി. അതുകൊണ്ട് പെങ്ങളെ, എരമത്തൂരിലുള്ള പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ഞാനും നിങ്ങളും നന്നാവണം. ഈ വഅദിന്റെ സദസ്സിലൂടെ നമുക്ക് ലക്ഷ്യം അത് മാത്രമാണ്, ആഖിറത്തിലേക്ക് ഉപയുക്തമാകണം. 5 ക്യാമറകളാണ് നമ്മൾ ചർച്ച ചെയ്തത്. അല്ലാഹു എന്ന ജഗന്നിയന്താവായ പരിപാലകനായ പടച്ച റബ്ബാകുന്ന ഏറ്റവും വലിയ ക്യാമറയെ മറന്നുകൊണ്ട് പ്രവർത്തിക്കരുതേ. ആ റബ്ബ് കാണുന്നുണ്ട് എന്നുള്ള ഉറച്ച വിശ്വാസം നിന്റെ ഹൃദയത്തിൽ ഉണ്ടാവണേ. രണ്ടാമത്തെ ക്യാമറ റഖീബ് അതീദമാണ്. ആ 2 മലക്കുകൾ സദാ നിങ്ങളെ വീക്ഷിക്കുന്നുണ്ട്. നിങ്ങൾ എന്തുച്ചരിച്ചാലും അക്കൗണ്ടിലേക്ക് രേഖപ്പെടുത്തി വെക്കുന്നുണ്ട്. അധികമായി രേഖപ്പെടുത്താതെ കൃത്യമായി അടയാളപ്പെടുത്തുന്നതായ മലക്കുകളാണ്. തീർന്നില്ല. മൂന്നാമത്തത് ഒരു വിഭാഗം മലക്കുകളാണ്. സുബഹിക്ക് വരും, അസറിന് കയറിപ്പോകും. അസറിന് മറ്റൊരു കൂട്ടർ വരും, അവർ സുബഹിക്ക് കയറിപ്പോകും. അങ്ങനെ നന്മത്തിന്മകൾ രേഖപ്പെടുത്തും. അതുവരെ ആ മലക്കുകളെയും പ്രത്യേകമായി ക്യാമറയായിട്ടൊന്ന് കാണണേ. തീർന്നില്ല. നിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും നിനക്കെതിരായി സാക്ഷി പറയുന്ന ഘട്ടം നാളെ മഹ്ശറയിലുണ്ടാകുമേ. നിനക്കുള്ള ക്യാമറകളാണ് നിന്റെ കണ്ണുകൊണ്ട് കാണുന്നത്. നിനക്കെതിരായി നാളെ സാക്ഷി പറയുമെന്നുള്ള ബോധ്യം വേണം.
അപ്പോൾ ഹറാമ് കാണാൻ പോയില്ല. നീ ഹറാമ് കേൾക്കുന്നത്. എത്രയെത്ര ചെറുപ്പക്കാരാണ് അന്യ പുരുഷന്മാരുമായി സ്ത്രീകളുമായി ചാറ്റിംഗ് നടത്തുന്നവര്. ഭർത്താവ് അറിയാത്തവർ മാത്രമല്ല, 4-5 പ്രസവിച്ച സഹോദരിമാരാണ് മുൻപന്തിയിൽ. നഊദു ബില്ലാഹ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഭാര്യമാരെ, ഞങ്ങളുടെ ഉമ്മമാരെ, സഹോദരിമാരെ നീ കാക്കണേ അല്ലാ, നീ കാവലിലാക്കണേ അല്ലാ. എന്നാൽ എത്രയെത്ര സഹോദരിമാരുണ്ട്, എത്രയെത്ര ഉമ്മമാരുണ്ട്. നമുക്ക് മാതൃകകൾ അവരല്ലേ. നമുക്ക് മുമ്പ് ജീവിച്ചു പോയ നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ പെങ്ങന്മാര്. നമ്മൾ പറയും അവർ സ്വാലിഹത്തുകളാണ്, അവർ നമസ്കാരമുള്ളവളാണ്, അവർ മോശമായ പ്രവർത്തനങ്ങളിലേക്ക് പോകാത്തവരാണ്, അവർ കണ്ണുകൊണ്ട് ഒരന്യ പുരുഷനെ നോക്കാത്തവരാണ്. ആരെങ്കിലും സംസാരിക്കാൻ വന്നാൽ തന്നെ മുഖം തിരിച്ചു കളയുന്ന ഉമ്മമാരാണ്. അവരോട് മോശപ്പെട്ട പൈങ്കിളി വർത്തമാനങ്ങൾ പറയാൻ തയ്യാറാകാതെ സൂക്ഷ്മതയുടെ പട്ടുപാവ് സൂക്ഷിച്ചതാകുന്ന മാതാവ് അവരല്ലേ സ്വർഗം പുൽകിയത്. അവർ പോയ വഴിയെ പെങ്ങളെ, മാന്നാറിലുള്ള പെങ്ങളെ, നമുക്കൊന്ന് പോകണ്ടേ പെങ്ങളെ? എരമത്തൂരിലുള്ള ഉമ്മ, നമുക്കൊണ്ട് പോകണ്ടേ പെങ്ങളെ? വാപ്പയും ഉമ്മയും നിനക്ക് നൽകിയ സ്നേഹം 18 വയസ്സുള്ള പൊന്നുമോളെ എന്തേ നീ മറന്നുപോയത്? ഇന്നലെ കണ്ട കാമുകന്റെ ബൈക്കിന്റെ പിന്നാമ്പുറത്ത് കയറി ഹെൽമറ്റ് ധരിച്ച് മാസ്ക് വെച്ച് വാപ്പയെ കബളിപ്പിച്ചുകൊണ്ട് വാപ്പ നടത്തുന്ന കൂൾ ഡ്രിങ്ക്സ് കടയിൽ വന്നുകൊണ്ട് ജ്യൂസ് കുടിച്ചുകൊണ്ട് പോകാൻ മടിയില്ലാത്ത, ഉളുപ്പില്ലാത്ത, നാണമില്ലാത്ത പെങ്ങളെ, ഖബറിനെ കുറിച്ച് ഓർക്കണേ, മഹ്ശറയെ കുറിച്ച് ഓർക്കണേ. ഇതൊക്കെ പറയുമ്പോഴും നാളെ ഇതെല്ലാം എടുത്ത് ട്രോളുന്ന ആളുകൾ ഉണ്ടാകുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ് കുമ്മന മുസാദ് പറയുന്നത്. കാരണം നിരീശ്വരവാദികളും യുക്തിവാദികളും കൂടി വരുന്ന കാലഘട്ടമാണ്. അവർക്ക് ഖബറിനെ കുറിച്ച് ചിന്തയില്ല, അവർക്ക് മഹ്ശറയെ കുറിച്ച് ചിന്തയില്ല. അങ്ങനെ പറയുന്നവരെയും പ്രചരിപ്പിക്കുന്നവരെയും ഇഷ്ടമല്ല. പക്ഷേ ഇത് പറയാതിരിക്കാൻ സാധ്യമല്ല. മരണം യാഥാർത്ഥ്യമാണ്, ഖബർ ജീവിതം യാഥാർത്ഥ്യമാണ്. അവിടെ ചോദ്യോത്തരങ്ങളുണ്ട്, അവിടെ ശിക്ഷകളുണ്ട്. അവിടെ രക്ഷപ്പെടണമെങ്കിൽ ദുനിയാവിൽ അമൽ ചെയ്യണം, ഇവിടെ നിസ്കരിക്കണം, ഇവിടെ തഖ്വയിലൂടെ ജീവിക്കണം, ഇവിടെ ഹഖായ മുഅ്മിനായി ജീവിക്കണം. ഇവിടെ കണ്ണുകൊണ്ട് മോശമായ കോഷ്ടി കാണിക്കാൻ പാടില്ല, ഇവിടെ കാതുകൊണ്ട് ഹറാമായ തലത്തിലേക്ക് പോകാൻ പാടില്ല, ഇവിടെ കൈകൾ കൊണ്ട് ഹറാമായ തലത്തിലേക്ക് പിടിക്കാൻ പാടില്ല, ഹറാമായ തലത്തിലേക്ക് കാലുകൊണ്ട് പോകാൻ പാടില്ല. മാതാപിതാക്കളെ മനസ്സിലാക്കാതെ, അവരുടെ സ്നേഹവാത്സല്യങ്ങൾ തിരിച്ചറിയാതെ ഇന്നലെ കണ്ട കാമുകനുമായി ഒളിച്ചോടാ തയ്യാറെടുക്കുന്ന പെങ്ങളെ പാടില്ല, പാടില്ല. ഓഫ്ലൈനിലേക്ക് പഠനങ്ങൾ മാറിയിട്ടുണ്ടെങ്കിലും ഓൺലൈൻ സമ്പ്രദായം ഒരുവേദ മക്കളെ ഒരുപാട് വഴികളിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. മൊബൈൽ ഫോണിൽ വാട്സാപ്പിലൂടെ വാപ്പയറിയാതെ അന്യപുരുഷന്മാരുമായി ചാറ്റിങ്ങുകൾ മക്കൾ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട മാന്നാറിലുള്ള എൻ്റെ സഹോദര സഹോദരിമാരോട് സ്നേഹത്തോടുകൂടി പറയുകയാണ്, റോഹേ ബയാൻ കുടുംബത്തിലുള്ള ഒരുപാട് ഉമ്മമാര് ഉപ്പമാര് ഈ മജ്‌ലിസിലുള്ളത് കൊണ്ട് തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മക്കളെ ഒന്ന് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ. അവർ സ്കൂളിലേക്ക് പോകുന്നതും അവർ തിരിച്ചു വരുന്നതും, അവർ ട്യൂഷന് പോകുന്നതും തിരിച്ചു വരുന്നതും, അവരുടെ ക്ലാസ്സിലെ ടീച്ചർ ആരാണ്, അവരുടെ ഹെഡ് മിസ്സസ് ആരാണ്, എത്ര മണിക്കാണ് സ്കൂൾ വിടുന്നത്, എത്ര മണിക്കാണ് ക്ലാസ് കഴിയുന്നത്, എത്ര മണിക്കാണ് മദ്രസ തുടങ്ങുന്നത്, എല്ലാം ഒന്ന് അറിഞ്ഞിരിക്കണേ ഉമ്മ, എല്ലാം ഒന്ന് മനസ്സിലാക്കിയിരിക്കേണ്ട കാലഘട്ടമാണ്. മക്കളുടെ എണ്ണം പോലും കറക്റ്റ് അറിയാത്ത മാതാപിതാക്കളായി അധപ്പതനത്തിൻ്റെ അടിയിലേക്ക് പോകാൻ പാടില്ല. മക്കളെ കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാകണം, അവരുടെ പഠിപ്പിൻ്റെ കാര്യത്തെക്കുറിച്ച് ശ്രദ്ധയുണ്ടാകണം. എൻ്റെ മകനൊരു ആലിമാകണം, എൻ്റെ മകനൊരു ഹാഫിദ് ആകണം, എൻ്റെ മകനൊരു ഡോക്ടർ ആകണം, എൻ്റെ മകനൊരു എഞ്ചിനീയർ ആകണം. അങ്ങനെ ഓരോ ചിന്തയിലും നിലകൊള്ളുന്ന പ്രിയപ്പെട്ട മാതാപിതാക്കൾ മക്കളുടെ പഠനത്തെക്കുറിച്ച് പ്രത്യേകം കാഴ്ചപ്പാടുണ്ടാവണേ. പ്രത്യേകിച്ച് പെൺമക്കളുടെ കാര്യത്തിൽ ജാഗ്രത പുലർത്തണേ. അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, അനിവാര്യമാണ്. പക്ഷേ അവരെ ശ്രദ്ധിക്കാതിരിക്കരുത്, അവർക്ക് പരിപൂർണമായി ശ്രദ്ധ കൊടുക്കണേ. അങ്ങനെ നിന്റെ ജീവിതത്തിൽ പരിപൂർണമായി ശ്രദ്ധ കൊടുത്ത് മുന്നേറാൻ അല്ലാഹുവേ
നീ തൗഫീഖ് നൽകണേ അല്ലാ. നീ ചെയ്യുന്ന സർവ്വ അമയങ്ങളും നിന്റെ അവയവങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. അത് നിന്റെ 4ാമത്തെ ക്യാമറയാണ് എന്നുള്ള ഉറച്ച വിശ്വാസമുണ്ടാവണം. 5ാമത്തെ ക്യാമറ നീ നിലകൊള്ളുന്ന സ്ഥലമാണ്. ഭൂമിയെ ഒന്ന് സൂക്ഷിക്കണേ. ഭൂമി നിങ്ങളുടെ മാതാവാണ്, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ്. അതുകൊണ്ട് എവിടെ പോയാലും ഈ ഭൂമിയോട് അക്രമം പാടില്ല, പ്രകൃതിയോട് മോശമായ രീതിയിൽ പെരുമാറാൻ പാടില്ല. ഇത് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ച മാനവികതയാണ്. എല്ലാ ജീവജാലങ്ങളോടും മാത്രമല്ല, എല്ലാ സൃഷ്ടിജാലങ്ങളോടും മാത്രമല്ല, സഹോദര സമുദായത്തിലുള്ളവരോട് മാത്രമല്ല, പ്രകൃതിയോട് വരെ മാന്യമായി പെരുമാറണമെന്ന് പഠിപ്പിച്ച കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പ്രവാചകരുടെ യഥാർത്ഥമാകുന്ന സച്ചരിതരാകുന്ന അടിമകളിൽ ഉൾപ്പെട്ടുകൊണ്ട് ജീവിക്കണേ അല്ലാഹുവേ. ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. ഈ പറയപ്പെട്ട 5 ക്യാമറകളെ മുൻനിർത്തി മാന്യമായ ജീവിതം നയിച്ച്, മാന്യമായ അമലുകൾ ചെയ്ത്, നമസ്കാരങ്ങൾ ചിട്ടവച്ച്, നോമ്പുകൾ നോറ്റുവീട്ടി, കുടുംബങ്ങളെ ബന്ധങ്ങളെ പരിപൂർണമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അയൽപക്ക ബന്ധങ്ങൾ ശാക്തീകരിച്ച്, മക്കളുടെ വിദ്യാഭ്യാസങ്ങൾ ശ്രദ്ധിച്ച്, മക്കളുടെ പഠിപ്പുകൾ പ്രത്യേകമൊന്ന് ശ്രദ്ധ കേന്ദ്രീകരിച്ച്, അവനവൻ സ്വന്തം തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിച്ച്, കുടുംബത്തെ മാന്യമായി പോറ്റി, ഭാര്യയോടുള്ള സ്നേഹത്തിൽ വീഴ്ച വരുത്താതെ, ഭർത്താവിനോടുള്ള കടമകളിൽ യാതൊരുവിധ കുറവും വരുത്താതെ മാന്യമായ ജീവിതം നയിച്ച്, കലിമത്തു തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പൂമുഖം ദർശിച്ച് സ്വർഗത്തിന്റെ ഫോട്ടോ കണ്ടുകൊണ്ട് നല്ല ദിവസത്തിൽ, നല്ല സന്ദർഭത്തിൽ, നല്ല സമയത്ത്, നല്ല രീതിയിൽ നല്ലവരുടെ ചാരത്ത് വെച്ചുകൊണ്ട് മരണം വരിക്കുവാനുള്ള മഹാസൗഭാഗ്യം നീ നൽകി തുണയ്ക്കണേ അല്ലാ. നീ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. എല്ലാവരും ഒരു 33 ലാ ഹൗല ചൊല്ലണം. അങ്ങനെയാണ് നമ്മുടെ മജ്‌ലിസ് എല്ലാ ദിവസവും അവസാനിക്കുക. അത് ചൊല്ലിയിട്ട് നമുക്ക് ദുആരക്കാം. എന്താ ബുദ്ധിമുട്ടുണ്ടോ ആർക്കെങ്കിലും? ഉണ്ടോ? ഇല്ല. അല്ലാഹു നമ്മളെ സ്വീകരിക്കട്ടെ. അതിൽ 2 ഫാത്തിഹ വിളിക്കും. ഒന്ന് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കാണ്. മറ്റൊന്ന് നമുക്ക് ഇജാസത്ത് നൽകിയത് ബഹുമാനപ്പെട്ട മർഹൂം ശൈഖുനാ തഴവ ഉസ്താദിൽ നിന്നാണ്. എൻ്റെ ഉമ്മയുടെ ഉപ്പ, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. പണ്ട് മാന്നാറിൽ 25 കൊല്ലം വഅദ് പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. ഒരുപാട് ആളുകൾ ഈ സദസ്സിലുള്ള പ്രായം ചെന്നവരൊക്കെ അവിടുത്തെ പ്രഭാഷണങ്ങൾ കേട്ടവരുണ്ടാകും. ഇപ്പൊ മാന്നാർ പള്ളിയിലെ നമ്മുടെ ഓഡിറ്റർ ഷാജി സാഹിബൊക്കെ ഇവിടെ ഉണ്ട്. പോയ മുമ്പര് ഉണ്ട് അവിടെ? ഇവിടെ ഉണ്ടെന്ന്. അവിടെ ഉണ്ട്. മാഷാ അല്ലാഹ്. മൂപ്പര് ഇപ്പം നമ്മളെ കൊണ്ടുവന്നിരിക്കണം. ഇപ്പൊ 7 കൊല്ലമായിട്ട് അവിടെ വന്ന് പറയുന്നത്. എന്നോട് പറയുന്നത് വാപ്പ പറഞ്ഞതിനേക്കാൾ കൂടുതൽ പറയണമെന്നാണ് പറയുന്നത്. ഇപ്പം 7 കൊല്ലമായിട്ട് അൽഹംദുലില്ലാഹ് മുടങ്ങാതെ അവിടെ വാദം പറയുന്നുണ്ട്. ഇനി വാദം വെക്കുമ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങളൊക്കെ അവിടെ ഭാഗവാക്കാകണം. ഒരുപാട് ആളുകൾ വരുന്നവരുണ്ട്. അള്ളാഹു നമ്മളെ സ്വീകരിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അപ്പൊ തഴവ ഉസ്താദിന്റെ പേരിലും ഒരു ഫാത്തിഹ നമ്മൾ ഓതും. കാരണം അവിടുന്നാണ് ഇജാസത്ത് കിട്ടിയിട്ടുള്ളത്. അങ്ങനെയാണ്. അതോടൊപ്പം തന്നെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ബിസ്മി ചേർത്തിട്ടുമാണ് ചൊല്ലാറുള്ളത് കേട്ടോ. ഇൻഷാ അല്ലാഹ്. إلى حضرة النبي المصطفى محمد صلى الله عليه وسلم الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين. اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين. رب اغفر لي آمين. وإلى حضرة شيخنا وملاذنا وملجئنا وأستاذنا تلوى محمد كن مولوي نور الله مرقده خاصة الفاتحة. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين. إياك نعبد وإياك نستعين.
اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. وإلى حضرة السيد عبد الله الحضرمي قدس الله سره اللذيذ خاصة الفاتحة. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين رب اغفر لي آمين. വളരെ ശ്രേഷ്ഠമായ ദിക്റാണ് ലാ ഹൗല. ഒരുപാട് ഗുണഗണങ്ങളുണ്ട്. ലാ ഹൗല മുറുകെ പിടിച്ചവന് ദാരിദ്ര്യം ഉണ്ടാവൂല, സാമ്പത്തികമായിട്ടുള്ള ഭദ്രത ഉണ്ടാകും, ഒരു വിഷമം ഉണ്ടാവൂല. ഒരാളുടെ മുന്നിൽ പോയിട്ട് ഒരു 5000 രൂപ കൊണ്ടുവന്ന് ഞാൻ അടുത്ത ആഴ്ച തരാം എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവൂല. ഇത് ചെല്ലുന്നവന്, ചെല്ലാത്തവനല്ല. ഇത് മുടങ്ങാതെ പണിയെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, 2 രീതി കൊണ്ട് വിലായത്ത്. ഒന്ന് വഹബിയാണ്, മുഹ്യിദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു ജനിച്ചപ്പോഴേ അള്ളാഹു കൊടുത്തതാണ് വിലായത്ത്. മറ്റൊന്ന് കസബിയാണ്, പരിശ്രമത്തിലൂടെ വിലായത്ത് ലഭിക്കും. തഴവ ഉസ്താദൊക്കെ ആ നിലയ്ക്ക് നേടിയെടുത്തവരാണ്. കസബിയാണ് എന്ന് പറഞ്ഞാൽ അവർ പണിയെടുക്കുകയാണ്. നിസ്കാരം, അതുപോലെ തന്നെ അതിന് ശേഷം മുമ്പുള്ള റവാത്തിബ് സുന്നത്തുകൾ, എല്ലാ സുന്നത്തുകളും കറക്റ്റായിട്ട് മേടിച്ചു, ഒരു കറാഹത്ത് പോലും ചെയ്യാതെ സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അങ്ങനെ പോയി 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 മസാല അബ്ദീ ബിൻ നവാഫിലി അഖ്റുബു ഹത്താ അകൂന ലഹു യദം വ അർജുല. കയ്യും കാലുമൊക്കെ അല്ലാഹു ആവും. അങ്ങനെ അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ രീതിയിലേക്ക് എത്തും. അതാണ് കസബി. അതിന് പണിയെടുക്കണം, അതിന് നമസ്കാരം വളരെ ചിട്ടയാകണം. നമുക്കിടയിൽ ജീവിച്ചവരൊക്കെയാണ് ഈ വിലായത്തിന്റെ മർത്തബയിലേക്ക് എത്തിയിട്ടുള്ളത്. സിഎം വലിയുല്ലാഹിൽ മടവൂരി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് ശംസുൽ ഉലമാ ഇ കെ അബൂബക്കർ മുസ്ലിയാരുടെ ശിഷ്യനാണ്. മനസ്സിലാക്കണം നമ്മൾ. പക്ഷെ വിലായത്തിന്റെ മർത്തബയിലേക്ക് അള്ളാഹു ഉയർത്തിക്കൊണ്ടുപോവാണ്, കറാമത്തിന്റെ ഹരികാരിലേക്ക്. കറാമത്ത് കാണിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ സ്വീകാര്യത കൂടുക, അമാനുഷികമാകുന്ന കഴിവുകൾ കാണിക്കുമ്പോൾ അള്ളാഹു അവരുടെയൊക്കെ ദറജ ഉയർത്തുമാറാവട്ടെ, അവരുടെയൊക്കെ പൊരുത്തം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ നല്ലതുപോലെ അമൽ ചെയ്യണം, ദിക്ർ വേണം നമുക്ക്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ചൊല്ലിക്കുക. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله العلي العظيم. بسم الله الرحمن الرحيم. ولا حول ولا قوة إلا بالله
بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم بسم الله الرحمن الرحيم ولا حول ولا قوة إلا بالله العلي العظيم إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي إلهي أنت مقصودي ورضاك مطلوبي